പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിനു ശേഷം പ്രവർത്തനം നിലച്ച കാഷ്വാലിറ്റി ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അവിടെ പ്രതിരോധ കിടപ്പ് സമരം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഈ കിടപ്പ് സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ചേവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PV ബിനീഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ DC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ അവർ, ബഹുമാനായ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത് അവർ, മറ്റു നേതാക്കൾ, മറ്റു നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, PMSY കെട്ടിടം ഇവിടെ പൂട്ടിയിട്ടിട്ട് ഇപ്പോൾ 2.5 മാസത്തിലധികം കാലമായി. നമുക്കറിയാം, രോഗികൾക്കൊക്കെ വലയുന്ന ഒരു ദുരവസ്ഥ. മരുന്നും മറ്റ് ശസ്ത്രക്രിയാതെ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ ഇതൊന്നും നോക്കി കാണാൻ പോലും നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഗവൺമെന്റ് തയ്യാറാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധവും സമരവുമായിട്ടാണ് കോൺഗ്രസ് ഇവിടെ എത്തിച്ചേർന്നത്. മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ DC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാറാണ്. അദ്ദേഹത്തെ ഈ സംസ്ഥാനത്തിൽ ഞാൻ സഹായം ചെയ്യുകയാണ്. അതേപോലെ ഈ പരിപാടി പ്രവർത്തനം APC സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്താണ്. അദ്ദേഹത്തെ ഞാൻ സഹായം ചെയ്യുകയാണ്. മറ്റും ഇവിടെ എത്തിച്ചേർന്ന KPCC രമ്യയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. രമ്യ, ഈ തീപിടുത്തം ഉണ്ടായിട്ട് 2 മാസമാകുന്നു, ഇനിയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല കാഷ്വാലിറ്റിയുടെ. ഈ പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? സേതുലക്ഷ്മി, പ്രതിഷേധ സമരം, അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ കിടപ്പ് സമരമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ പുതിയ കാഷ്വാലിറ്റി ബിൽഡിങ്ങിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുമെന്നായിരുന്നു അധികൃതർ നൽകിയ വാക്ക്. എന്നാൽ അതിനുശേഷം 2 മാസത്തിനു ശേഷവും ഇപ്പോഴും കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇതേ തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വീണ്ടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു കിടപ്പ് സമരം ഇന്ന് കാഷ്വാലിറ്റിക്ക് മുന്നിൽ ആരംഭിച്ചിട്ടുള്ളത്. DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധ സമരം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഉണ്ട്. ഇവരെല്ലാവരും തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ കാഷ്വാലിറ്റി ഈ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ആയിരുന്നു ഈ കാഷ്വാലിറ്റിയിലെ എല്ലാ മെഡിക്കൽ കോളേജിലെ എല്ലാ കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗങ്ങളും ഈ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു തീപിടുത്തം, വലിയ തോതിലുള്ള പുകയും എല്ലാം ഇവിടെ ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്നാണ് ഇവിടെ നിന്നും രോഗികളെയെല്ലാം പഴയ കെട്ടിടത്തിലേക്ക് കാഷ്വാലിറ്റി താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷവും ദിവസങ്ങൾ വീണ്ടും ഈ കെട്ടിടത്തിൽ നിന്നും ഒരു തീയും പുകയും എല്ലാം ഉയർന്ന് രണ്ടാമത്തെ വട്ടവും ഉണ്ടായി. അതിനുശേഷം ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു വരികയാണ്. അന്നെല്ലാം ഈ അധികൃതർ നൽകിയ വാക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ബിൽഡിംഗ് പ്രവർത്തനയോഗ്യമാക്കും, കാഷ്വാലിറ്റി വീണ്ടും തുടർച്ചയായി ഇങ്ങോട്ട് മാറ്റുമെന്ന് തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും, അതായത് 2 മാസത്തിലധികമായി ഇത്തരത്തിൽ ഈ ഒരു അപകടം സംഭവിച്ചിട്ട് അതിനുശേഷവും ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ കൃത്യമായ നടപടി എടുക്കണം. എത്രയും എളുപ്പത്തിൽ തന്നെ ഈ കാഷ്വാലിറ്റി ഇങ്ങോട്ട് മാറ്റണം. രോഗികൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്, കാരണം സ്ഥലപരിമിതിയുണ്ട് മറ്റ് കാഷ്വാലിറ്റിയിൽ ഉൾപ്പെടെ. കൂടി ശരി, മാനിച്ചുകൊണ്ട് ഓക്കെ രമ്യ, മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിനു ശേഷം പ്രവർത്തനം നിലച്ച കാഷ്വാലിറ്റി ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ പ്രതിരോധ കിടപ്പ് സമരം. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യ.